എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ജീവിതം ഇപ്പോഴും മനോഹരമാണ്. നമസ്കാരം. ഞാൻ പ്രിയ പോൾസൺ, സൈക്കോളജിക്കൽ കൗൺസിലറും ലൈഫ് കോച്ചുമാണ്. ഇന്ന് ഞാനൊരു സൈക്കോളജിക്കൽ കൗൺസിലർ എന്നുള്ളൊരു രീതിയിലല്ല, 60 പിന്നിട്ട അല്ലെങ്കിൽ അതിൽ കൂടുതലൊക്കെ അനുഭവ സമ്പത്തുള്ള മാതാപിതാക്കളോട് അവരുടെ ഒരു മകളായിട്ട് തന്നെയാണ് ഞാൻ ഇന്ന് ഇവിടെ സംസാരിക്കുക. 60 പിന്നിട്ടു എന്ന് പറയുമ്പോൾ നിങ്ങൾ വളരെ ഭാഗ്യവാന്മാരാണ് അല്ലെങ്കിൽ ഭാഗ്യവതികളാണ് എന്ന് ഞാൻ പറയേണ്ടി വരും. കാരണം നിങ്ങൾ ഒരുപാട് ജീവിതം കണ്ടവരാണ്, ഒരുപാട് സഹിച്ചവരാണ്, ഒരുപാട് നഷ്ടങ്ങൾ നേരിട്ടവരാണ്, ഒരുപാട് വിജയങ്ങൾ നേടിയവരാണ്, ഒരു കുടുംബം പടുത്തുയർത്തിയവരാണ്. അത് നിസ്സാര കാര്യമല്ല എന്ന് എനിക്ക് ഇപ്പോൾ നന്നായിട്ടറിയാം. മക്കളെ വളർത്തിയവരാണ്, അവരുടെ ഭാവിക്കായി സ്വന്തം ആഗ്രഹങ്ങൾ പോലും മാറ്റിവെച്ചവരുമാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാനാണ് ഇവിടെ വന്നിരിക്കുക. നിങ്ങളൊരു ഭാരമല്ല, നിങ്ങളൊരു അനുഗ്രഹമാണ്. അതാണ് എനിക്ക് ഇന്ന് നിങ്ങളോട് പറയാനുള്ളത്. ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ തോന്നാറുണ്ടോ, മക്കൾക്ക് ഇപ്പോൾ എന്നെ പഴയതുപോലെ അത്ര ആവശ്യമില്ല. ഞാൻ വീട്ടിലുണ്ട് എങ്കിലും പക്ഷേ ആരും എന്നെ ശ്രദ്ധിക്കാറില്ല. എൻ്റെ അഭിപ്രായങ്ങൾക്ക് പഴയ വില ഇപ്പോൾ ഇല്ല. ഞാൻ ഒറ്റപ്പെട്ടു പോയോ? പ്രിയപ്പെട്ടവരെ, ഈ ഒരു ചിന്ത, ഈ ഒരു വികാരങ്ങൾ യഥാർത്ഥമാണ്, അവ സ്വാഭാവികമാണ്. കാരണം ജീവിതത്തിലെ ഒരു വലിയ മാറ്റത്തിൻ്റെ ഘട്ടത്തിലാണ് നിങ്ങളിപ്പോൾ ജീവിക്കുന്നത്. മുൻപ് എല്ലാവരും നിങ്ങളെ ആശ്രയിച്ചിരുന്നു. ഇന്ന് എല്ലാവരും അവരുടെ ജീവിതത്തിൻ്റെ തിരക്കുകളിലേക്ക് പതുക്കെ പതുക്കെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ മാറ്റം ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിനെ വേദനിപ്പിക്കും. തീർച്ചയായും വേദനയുണ്ടാകും, എനിക്കത് മനസ്സിലാകും. പക്ഷേ ഒരു കാര്യം ഓർക്കണം, നിങ്ങളുടെ വാല്യൂ, നിങ്ങളുടെ മൂല്യം ഒരിക്കലും കുറയുന്നില്ല. നിങ്ങൾ ഈ കുടുംബത്തിൻ്റെ വേരുകളാണ്. നിങ്ങൾ ഈ സമൂഹത്തിൻ്റെ, ഈ രാജ്യത്തിൻ്റെ തന്നെ വലിയ സമ്പത്താണ്. ഒരു വലിയ വൃക്ഷത്തെ നോക്കൂ. എല്ലാവരും അതിൻ്റെ ഇലകളും പൂക്കളും ഫലങ്ങളും കാണും. പക്ഷേ അതിനെ താങ്ങി നിർത്തുന്ന ആ വേരിനെ, ആ റൂട്ടിനെ ആരും കാണുന്നില്ല. അതുപോലെ തന്നെ കുടുംബത്തിൻ്റെ വേരുകളാണ് മാതാപിതാക്കൾ. ഇന്ന് നിങ്ങളുടെ മക്കൾ എവിടെയെങ്കിലുമൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ, അവർ പല മേഖലകളിൽ ഉന്നതരായിട്ടൊക്കെ ഈ സമൂഹത്തിൽ സേവനം ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ നിങ്ങളുടെ പ്രാർത്ഥനകളും കണ്ണീരും ത്യാഗങ്ങളും ഉണ്ട്. അതിനാൽ ഒരിക്കലും സ്വയം ചെറുതായി കാണരുത്. അതാണ് എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത്. ഏകാന്തതയെ എങ്ങനെ സമ്പത്താക്കാം? എൻ്റെ കൗൺസിലിംഗ് ലൈഫിൽ ഞാൻ കേൾക്കുന്ന ഏറ്റവും വലിയ വിഷമം ഏകാന്തതയാണ്. പലർക്കും പലരെയും കേൾക്കാനാലില്ല, ഒറ്റപ്പെടൽ അനുഭവിക്കുന്നു. പ്രത്യേകിച്ച് പാർട്ട്നേഴ്സിൽ ഒരാൾ ഇല്ല എങ്കിൽ വലിയ വേദനയാണ്. ഏകാന്തത ഒരു ശാപമല്ല. ജീവിതത്തിൽ ആദ്യമായി നിങ്ങൾക്ക് നിങ്ങളോടൊപ്പം സമയം ചെലവഴിക്കാൻ കിട്ടുന്ന അവസരമാണ് ഈ ഏകാന്തത. ഇതുവരെ നിങ്ങളെല്ലാവർക്കും വേണ്ടി ജീവിച്ചു. ഇനി കുറച്ച് സമയം നിങ്ങളെ കണ്ടെത്താനായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. വായിക്കാൻ സാധിക്കുന്നവർക്ക് അല്പസ്വല്പം വായിക്കാം, എഴുതാൻ പറ്റുന്നവർക്ക് എഴുതാം, പ്രാർത്ഥിക്കാൻ പറ്റുന്നവർക്ക് പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ കുറച്ച് സംഗീതം കേൾക്കുന്നതും ചെറിയ രീതിയിലെങ്കിലും ഒരു തോട്ടം പരിപാലിക്കുന്നതും, നിങ്ങളെക്കൊണ്ടാകുന്ന തരത്തിൽ പുതിയ എന്തെങ്കിലുമൊക്കെ ഒന്ന് പഠിക്കുന്നതും, നിങ്ങളുടെ ജീവിത കഥ എഴുതി വയ്ക്കുന്നതും. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും അതിന് വലിയ മൂല്യമില്ല, എൻ്റെ ജീവിതത്തിൽ എന്താ വലിയതായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല എന്നൊക്കെ. പക്ഷേ പിന്നീട് എപ്പോഴെങ്കിലും നിങ്ങളുടെ ആ ജീവിത കഥകൾ, നിസ്സാരമെന്ന് നിങ്ങൾ തോന്നുന്ന ആ ജീവിത കഥകൾ
ചിലപ്പോഴെങ്കിലും വലിയ സംഭവങ്ങളൊക്കെ ആയി തീർന്നേക്കാം. നിങ്ങളുടെ കുട്ടികൾ, നിങ്ങളുടെ പേരക്കുട്ടികളൊക്കെ ചിലപ്പോഴെങ്കിലും നിങ്ങളെ കാണാൻ വരുന്നില്ല എന്നുള്ള വേദനയൊക്കെ ഉണ്ടാവാം. പക്ഷേ ആ വേദന മുഴുവൻ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു സത്യമായിട്ട് അതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്നൊന്നും വിചാരിക്കരുത്. ഇപ്പോൾ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ദുഃഖമാണോ, നിരാശയാണോ, ദേഷ്യമാണോ? ആ വികാരത്തെ അംഗീകരിക്കൂ, അത് സ്വീകരിക്കൂ. അത് യഥാർത്ഥത്തിലുള്ളതാണ്. എൻ്റെ മക്കൾ എന്നെ കാണാൻ വരുന്നില്ല, എന്നെ വേണ്ട പോലെ സ്നേഹിക്കുന്നില്ല എന്നൊക്കെ യഥാർത്ഥത്തിലുള്ളത് തന്നെയാണല്ലോ. പക്ഷേ എന്നിട്ട് സ്വയം ഒന്ന് ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കൂ. ഒരുപാട് വിഷമങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടായില്ലേ? ഈ വിഷമങ്ങളും കടന്നു പോകും. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, മക്കളോട് എങ്ങനെ പെരുമാറണം എന്നുകൂടെ ഈ കാലഘട്ടത്തിനനുസരിച്ച് ഒന്ന് ഓർമ്മിപ്പിച്ചോട്ടെ. ഒരു സത്യം പറയട്ടെ, മിക്ക മാതാപിതാക്കൾക്കും മക്കളോട് ഭയങ്കര സ്നേഹമാണ്, മിക്ക മക്കൾക്കും മാതാപിതാക്കളോടും ഭയങ്കര സ്നേഹമാണ്. പക്ഷെ പലപ്പോഴും അത് പ്രകടിപ്പിക്കാൻ അറിയാറില്ല. മക്കൾ അവരുടെ ജോലിയിലും തിരക്കുകളിലും സാമ്പത്തിക സമ്മർദ്ദങ്ങളിലും കുടുംബത്തോടുള്ള ഉത്തരവാദിത്തങ്ങളിലൊക്കെ പെട്ടു പോവുകയാണ്. അത് നിങ്ങളെ സ്നേഹിക്കുന്നില്ല എന്നതിനൊരു തെളിവല്ല. അതുകൊണ്ട് കഴിയുന്നത്ര കുറ്റപ്പെടുത്തുന്നതിന് പകരം അവരുമായിട്ട് നല്ല ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കൂ. അവരോട് പറയൂ, നിന്നോട് സംസാരിക്കാൻ എനിക്ക് എന്തൊരു ഇഷ്ടമാണെന്നറിയോ, നീ എൻ്റെ അടുത്തിരിക്കുമ്പോൾ എനിക്ക് എന്ത് സന്തോഷമാണെന്നറിയോ എന്ന് മക്കളോട് പറയൂ. അല്ലാതെ നീ സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണുമ്പോൾ എനിക്കും ഭയങ്കര സന്തോഷമാണ് എന്നൊക്കെ മക്കളോട് പറയൂ. ഇപ്പോഴത്തെ ഈ 30കളിലോ 40കളിലുള്ള മക്കളോടൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആ ബന്ധം കുറച്ചുകൂടെ നല്ലതാവാൻ സാധ്യതയുണ്ട്. പിന്നെ മക്കളുടെ ജീവിതത്തിൽ ഒരിക്കലും നിയന്ത്രിക്കരുത്. നിങ്ങളുടെ അനുഭവങ്ങൾ, മാതാപിതാക്കളുടെ അനുഭവങ്ങൾ വളരെ വിലപ്പെട്ടതാണ്. പക്ഷേ ഓരോ തലമുറയ്ക്കും സ്വന്തം വഴി കണ്ടെത്തേണ്ടതും ഉണ്ട്. അതിനാൽ ഉപദേശം കൊടുക്കാം. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഉപദേശങ്ങൾ കൊടുക്കുന്നത് നല്ലതാണ്, അനുഭവങ്ങൾ പങ്കുവയ്ക്കാം. പക്ഷേ ഒരിക്കലും നിയന്ത്രിക്കാൻ ശ്രമിക്കരുത്. സ്നേഹം വളരുന്നത് സ്വാതന്ത്ര്യമുള്ളിടത്താണ്. അവരെ ഈ കാലഘട്ടത്തിനനുസരിച്ച് ജീവിക്കാൻ അനുവദിക്കേണ്ടത് അവരോടുള്ള സ്നേഹം കൊണ്ട് തന്നെ ആയിരിക്കണം. അതുപോലെ സമ്പത്തിനെ കുറിച്ചും ഒന്ന് പറഞ്ഞോട്ടെ. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്. പല മാതാപിതാക്കളും കൗൺസിലിങ്ങിനൊക്കെ വന്നിട്ട് എന്നോട് ചോദിക്കാറുണ്ട്, സമ്പത്ത് എന്താണ്, എങ്ങനെയാണ് അവർക്ക് കൊടുക്കേണ്ടത് എന്നൊക്കെ. ഞാൻ എൻ്റെ അഭിപ്രായങ്ങളൊന്നും പറയാറില്ല. പക്ഷേ അപ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന ഒരു കാര്യമാണ്, എല്ലാം ഇപ്പോൾ തന്നെ വിട്ടു കൊടുക്കണം എന്നും ഞാൻ പറയില്ല. അതുപോലെ ഒന്നും ഉപയോഗിക്കാതെ എല്ലാം കാത്തു സൂക്ഷിച്ച് വെച്ചിട്ട് അവർക്ക് പിന്നീട് കൊടുക്കാം എന്നതും, അത് രണ്ടും ശരിയല്ല എന്ന് നിങ്ങൾക്ക് തന്നെ അറിയായിരിക്കും. സമ്പത്ത് വെറുതെ സൂക്ഷിക്കാനുള്ളതല്ല. ഒരു കാര്യം ഓർക്കാം, അതായത് നിങ്ങൾ മരിച്ച ശേഷം, നിങ്ങൾ ഈ ലോകത്തുനിന്ന് പോയതിന് ശേഷം മക്കൾക്കും പേരക്കുട്ടികൾക്കും കൊടുക്കാൻ പോകുന്ന സമ്പത്തിൽ നിന്ന് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവരുടെ സന്തോഷത്തിൽ പങ്കുചേരുന്നത് എത്ര മനോഹരമായ കാര്യമാണ് അല്ലേ? നിങ്ങളുടെ കൊച്ചുമകൻ അല്ലെങ്കിൽ കൊച്ചുമകൾ പഠനത്തിനായിട്ട് എന്തെങ്കിലും ആവശ്യപ്പെടുമ്പോൾ, അല്ലെങ്കിൽ അവർ പുതിയൊരു കോഴ്സിന് ജോയിൻ ചെയ്യുമ്പോൾ പേരക്കുട്ടിക്ക് ഒരു ചെറിയ സമ്മാനം വാങ്ങിക്കൊടുക്കുമ്പോൾ, അതിനൊക്കെ, അല്ലെങ്കിൽ കുടുംബത്തോടൊപ്പം ഒരു യാത്ര പോകുമ്പോൾ അവരുടെ മുഖത്തെ സന്തോഷം കാണുമ്പോൾ നിങ്ങളുടെ മനസ്സും സന്തോഷിക്കില്ലേ? അതും ജീവിതത്തിൻ്റെ ഭാഗമാണ്. നമ്മുടെ കയ്യിലുള്ള സമ്പത്തിൻ്റെ ഒരു ഭാഗം നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവർക്ക് ചെറിയ രീതിയിലൊക്കെ കൊടുത്ത് അതിൻ്റെ ആ സമ്പത്ത് വളരെ മനോഹരമായിട്ട് ഉപയോഗിക്കുമ്പോൾ വലിയ സന്തോഷം ഉണ്ടാവും നിങ്ങളുടെ കുടുംബങ്ങളിൽ. പക്ഷെ വിവേകം വേണം എന്ന് ഞാൻ പറയും. കാരണം സ്നേഹം കൊണ്ടാണ് കൊടുക്കേണ്ടത്, അല്ലാതെ ഒരു പ്രഷറൈസ് ചെയ്തിട്ടല്ല. അതുപോലെ ഹൃദയം കൊണ്ട് കൊടുക്കുക. ഇപ്പം ഞാൻ കൊടുത്തില്ലെങ്കിൽ അവരെന്നെ സ്നേഹിക്കില്ല എന്ന് വിചാരിച്ചുകൊണ്ടല്ല. നിങ്ങളുടെ ചികിത്സാ ചെലവുകൾ, അതുപോലെ നിങ്ങളുടെ ദൈനംദിന ആവശ്യങ്ങൾ, അടിയന്തര സാഹചര്യങ്ങൾ,
അതുപോലെ നിങ്ങളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യം ഇതൊക്കെ സുരക്ഷിതമാണെങ്കിൽ